Come on, Dibu. Really, I'm saying. Next time you should ask your papa to take you to Malambura. Wow, we had a pretty nice time there. Don't bluff. Mummy has told me Malambura is a lousy place. Hi, good morning, Deepu. Hey, how did you get my name? See, I got magical power. Could you tell me where is the principal's room? That too you can guess with your magical power? Smart guy. Hey, come on. Go straight, then turn right. Thank you. Biju? Good morning, sir. Good morning, good morning. What you want? உங்களுக்கு என்ன வேணும்? Sir, என் பேர் ஜேம்ஸ். நான் இங்க மியூசிக் டீச்சரா ஜாயின் பண்ண வந்திருக்கேன். ആകാശി താനാണല്ലേ? താനെന്തിനാണോ എന്നോട് തമിഴിൽ സംസാരിക്കണേ? അതെ, എന്നോട് സംസാരിക്കുന്ന അതേ ഭാഷയിൽ തന്നെ അങ്ങോട്ട് പറയുന്ന എനിക്കിഷ്ടം. ആരെങ്കിലും എന്നോട് ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയും. ചൂടായിട്ട് ചോദിച്ചാൽ അതിനേക്കാൾ ചൂടായിട്ട് മറുപടി പറയും. അയ്യോ, അത് മഹാന്മാരുടെ ശീലമാണല്ലോ. സുഖിപ്പിക്കല്ലേ? അത് അത്ര നല്ല ശീലമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതെന്റെ ഒരു നേച്ചർ, അത്രേ ഉള്ളൂ. ബൈ ഐ ആം മേറാടി. ഈ സ്കൂളിന്റെ സൂപ്രണ്ടാണ്. ഈ സ്കൂൾ ഇത്ര ഭംഗിയായി നടക്കുന്നത് എന്റെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. അതൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളൂ. അല്ല, എനിക്കിപ്പൊ തന്നെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി വരുന്നുണ്ട്. അതൊക്കെ പിന്നെ പറയാം. എനിക്ക് ഈ ടെലിപ്പതിയും ഹിപ്നോട്ടിസവും മനഃശാസ്ത്രവും ഒക്കെ വശമുണ്ട്. എന്നാ ഞാൻ പ്രിൻസിപ്പൽ റൂമിലോട്ട് പോട്ടെ. വെയിറ്റ്. പ്രിൻസിപ്പൽ 2 ആഴ്ചത്തെ ലീവിലാണ്. മാനേജറെ കണ്ട് ഒരു ജോയിനിങ് റിപ്പോർട്ട് എഴുതി കൊടുത്താൽ മതി. എവിടെയാ മാനേജർ? ഇവിടുത്തെ അങ്ങോട്ട് വലത്തോട്ട് തിരിയുമ്പോ ആദ്യത്തെ മുറിയാണ്. അവിടെ എത്തിയിട്ടില്ല, അവിടെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. Sir, manager എത്തറായി? സമയത്തായി. മാഡം വരാറായി. റൂമെല്ലാം തുടച്ച് ക്ലീൻ ആക്കിയോ? അയ്യോ, എന്റെ പൊന്ന് സാറേ, എല്ലാം നല്ല തൂത്ത് തുടച്ച് മാർബിൾ പോലെ ആക്കിയിട്ടിരിക്കുക. ഓക്കെ ആട്ടെ, മുഖം കാണാം. എടാ എന്താടാ ഈ കാണുന്നത്? എടാ, നിന്റെ നാട്ടിലൊക്കെ മുഖം കാണുന്നത് ഇങ്ങനത്തെ കടലാശി നോക്കിയിട്ടാണ്. അത് പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നല്ലേ. വേഗം ചെയ്യടാവേ, മാഡം വന്ന എന്റെ പണി പോകുന്നറിയാവോ? നിങ്ങളൊക്കെ കളിക്കാൻ വന്നതാണോ അതോ പഠിക്കാൻ വന്നതാണോ? என்ன பண்றாங்க? சீக்கிரம் மாமா, மேடம் வர்றது நேரமாச்சு. போங்க, சீக்கிரமா போ. ഇതെന്താ, ആരെങ്കിലും ഇൻസ്പെക്ഷൻ വരുന്നുണ്ടോ? ഏയ്, മാനേജറമ്മ ഇപ്പൊ ഇങ്ങെത്തും. മനസ്സിലായില്ലേ? ഈ സ്കൂളിന്റെ ഉടമസ്ഥ മാഡം മായ ജോൺസ്. അതിനെന്തിനാ ഇത്രയും ഒച്ചപ്പാടും ബഹളമൊക്കെ? മാഡം എന്നിവിടെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാ ഈ ഒച്ചപ്പാടൊക്കെ. വെരി ഗുഡ്. അല്ല, നമ്മളെന്താ ഇവിടെ? ഞാൻ മാഡത്തിനെ കാണാതിരിക്കുക. ഓ, അത് ശരി. Jawaharlal Nehru was one of the greatest national leader. He was the first Prime Minister. ആരെവിടെ ഇരുന്ന് സേർട്ട് വലിക്കുന്നത്? മാഡത്തിനെ കാണാൻ വന്നതാന്നാ പറഞ്ഞത്. എന്നെ കാണാനോ? അതെ. വരാൻ പറയൂ. മാഡം വിളിക്കുന്നു. വെരി ഗുഡ്. ഇയാൾക്കിന്ന് ശരിക്ക് കിട്ടും. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഞാന് പുതുതായിട്ട് മ്യൂസിക് ടീച്ചർ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ ഇവിടുന്ന് കറക്റ്റ് സമയത്ത് തന്നെ കിട്ടി. പിന്നെ രാഹുകാലം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതിയെന്ന് ഏറാടി സാർ പ്രത്യേകം പറഞ്ഞു. സ്കൂളിന്റെ ഓണർ മാഡം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് 65 വയസ്സായ ഒരു സ്ത്രീയാണ്. ഇത്ര ചെറുപ്പമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും.
ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സിന് എല്ലാവർക്കും മാഡത്തിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. വളരെ എഫിഷ്യന്റ്, ഏബിൾ, കേപ്പബിൾ. ഇനഫ്. ഇതൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ. മാഡം ചോദിക്കാത്ത എന്റെ തെറ്റല്ലല്ലോ. ഓ, മനസ്സിലായി. ഞാൻ പറയുന്നതൊക്കെ മാഡത്തിന് സോപ്പിടാൻ വേണ്ടിയാണെന്ന് കരുതിയിരിക്കും. നോ, ആരെക്കുറിച്ചും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അപ്പപ്പ മുഖത്ത് നോക്കി പറയും. അത് ജന്മനാ എനിക്ക് കിട്ടിയ സ്വഭാവമാണ്. യെസ്, ഇതൊക്കെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമാണ്. ബേസിക്കലി നമ്മൾ രണ്ടുപേരും നല്ലവരാ. പിന്നെ എനിക്ക് മാഡത്തിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ മാഡത്തിന് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ദാറ്റ്സ് ഓൾ. ഐ എം വെരി സോറി മിസ്റ്റർ ജെയിംസ്. മാനേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ 4 അയലത്തൂടി പോയിട്ടില്ല. മാനേഴ്സിന്റെ കാര്യത്തിനെ കുറിച്ചൊന്നും മാഡം എന്നോട് പറയണ്ട. വന്നിട്ട് ഇത്രയും നേരമായി, ഇതുവരെ എന്നോടൊന്ന് ഇരിക്കാൻ പറഞ്ഞോ? ഐ എം എ മ്യൂസിക് ടീച്ചർ. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. ലെറ്റ് മീ കം ടു ദ പോയിന്റ്. നല്ല നിലയിൽ നടത്തുന്ന ഒരു സ്കൂളാണിത്. ഡിസിപ്ലിന്റെ കാര്യത്തിൽ എനിക്കൊരു കോംപ്രമൈസും ഇല്ല. എനിക്കിവിടെ ആവശ്യം കുട്ടികൾക്കെന്നും മാതൃകയായിരിക്കേണ്ട ടീച്ചേഴ്സാ. ഞാനെന്നും കുട്ടികൾക്കൊരു നല്ല മാതൃകയായിരിക്കും. എനിക്ക് കാര്യത്തിൽ സംശയമുണ്ട്. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ വരാന്തയിൽ സിഗരറ്റ് വലിച്ച് ആസ്വദിച്ചിരിക്കുന്നത് ഡിസിപ്ലിൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഡം കണ്ടു അല്ലേ? സോറി, ആകെ കൂടിയുള്ള ഒരു ദുശീലമാ. നമുക്ക് ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ടെൻഷൻ ഇല്ലേ? ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി ഞാൻ വേണ്ട, എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണമെന്നില്ല. ഇവിടെ ഒന്ന് സൈൻ ചെയ്യൂ. അല്ല, സമയം എന്തായി? ആ, കുഴപ്പമില്ല, രാഹുകാലം കഴിഞ്ഞു. മാഡം, പേന? ഒരു പേനയും കൂടി എടുക്കാതെയാണോ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത്? സോറി മാഡം. താങ്ക് യു മാഡം. ഇത് ഏറാടിക്ക് കൊടുക്കൂ. ശരി മാഡം. നിങ്ങൾ സ്റ്റാഫ് റൂമിലേക്ക് പോയിക്കോളൂ. ശരി. I will discharge my duties to the best of my ability and capacity. കേട്ടോ, നിങ്ങളുടെ മാഡം ആളൊരു വല്ലാത്ത ടൈപ്പാണല്ലോ. എന്ത് പറ്റി? ഇങ്ങനെയാണെങ്കിൽ ഈ സ്കൂളിലും ഞാൻ അധികം ദിവസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇത് ആദ്യത്തെ നിയമനം അല്ലേ? അതൊക്കെ കണ്ണീരിൽ കുതിർന്ന ഒരു കഥയാണ് ചേട്ടാ. എല്ലാം സൗകര്യം പോലെ പറയാം. ചേട്ടന്റെ പേരെന്താ? കുഞ്ഞച്ചൻ. വെരി ഗുഡ്. വെരി ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ പ്ലീസ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. I am James, your music teacher. No formalities. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വഴിയെ പരിചയപ്പെട്ടോളാം. Let us start our music classes today itself, okay? Okay, sir. Very good. Now tell me, what is music? എന്താണ് സംഗീതം? Anybody? എന്താണെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? സംഗീതം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമെന്ന് പറയുന്നത് എന്താണ്? ദൈവമാണ്. അപ്പോ സംഗീതം എന്ന് പറയുന്നത് എന്താണ്? വെരി ഗുഡ്.